തങ്ങളുടെ നാട്ടിൽ ആദ്യമായി ഒരു മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ അതിന്റെ ഓരോ ഘട്ടവും പൊതുജനം വിലയിരുത്തുന്നത് സ്വാഭാവികം. പാലം പണി എന്ന് തീരും എന്നതിനോടൊപ്പം കാര്യക്ഷമമായാണോ പാലം നിർമ്മിക്കുന്നതെന്ന ഒരു ആകാംക്ഷയും പൊതുജനത്തിനുണ്ടായിരിക്കും. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ മേൽപ്പാല നിർമ്മാണമാണ് സംസാര വിഷയം. അബാൻ മേൽപ്പാല നിർമ്മാണത്തിൽ മേൽപ്പാലത്തിന്റെ സ്ലാബുകൾ താങ്ങി നിർത്തിയിരിക്കുന്ന ഇരുമ്പ് തൂണുകൾ വളഞ്ഞതാണ് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയത്. ഇരുമ്പ് തൂണുകൾ ചെറുതായി വളഞ്ഞതിനെ തുടർന്ന് പാലത്തിന് യാതൊരു കോട്ടവും തട്ടില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം. മേൽപ്പാലത്തിന്റെ ടോപ്പ് സ്ലാബ് വാർത്ത ഭാഗം താങ്ങി നിർത്തിയിരിക്കുന്ന ഇരുമ്പ് തൂണുകളാണ് വളഞ്ഞത്. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ, ചെറിയൊരു വളവല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് പറയാവുന്നത്ര കുറഞ്ഞ ഒരു കുഴപ്പമാണോ അവിടെ സംഭവിച്ചത്? ഗുഡ് ഈവനിങ് സുജയ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട KSRTCക്കും ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും ഇടയ്ക്കുള്ള അബാൻ മേൽപ്പാലത്തിലാണ്. അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അബാൻ മേൽപ്പാലം എന്ന് പറയുമ്പോൾ ജില്ലയിലെ തന്നെ ആദ്യ മേൽപ്പാലം എന്നൊരു വിശേഷണം കൂടിയുണ്ട്. ഇത് കുറേ നാളുകളായി ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട്, പക്ഷേ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ജനപ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ നിർമ്മാണം ഇഴഞ്ഞ് നീങ്ങുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ചെറിയൊരു ആശങ്ക വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോൺക്രീറ്റ് മുകൾ വശം ഈ സ്ലാബുകൾ അത് വാർത്തു കഴിഞ്ഞു. അതിൻ്റെ താങ്ങ് കൊടുത്തിരിക്കുന്ന ഇരുമ്പ് തൂണുകൾ അത് വളഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആളുകൾക്ക് ഒരു പരാതിയായി വന്നിരിക്കുന്നത്. ആ ആശങ്ക തീർച്ചയായും നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഇത്രയും വലിയ പാലം നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കനം കുറഞ്ഞ കമ്പികൾ താങ്ങായി കൊടുത്തിരിക്കുന്നത് എന്നാണ് സ്വാഭാവികമായും പൊതുജനം ചോദിക്കുന്നത്. അതേസമയം തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു വിശദീകരണം അവർ പറയുന്നത് ഇരുമ്പ് തൂണുകൾ ചെറുതായി വളഞ്ഞതിനെ തുടർന്ന് പാലത്തിന് കോട്ടം തട്ടില്ല എന്നാണ് പറയുന്നത്. ഈ മേൽപ്പാലത്തിന് ഈ ഭാഗത്ത് പൊക്കം കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വാർക്കുന്നതിനിടെ ഒരു വശത്ത് ഭാരം കൂടിയത്. ഇതുകൊണ്ട് മേൽപ്പാലത്തിൽ പൊട്ടലുകളോ അല്ലെങ്കിൽ വിള്ളലുകളോ ഉണ്ടാകില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ നിരന്തരം ഈ ഭാഗത്ത് അവർ ഇത് വീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണം ഓരോ ഘട്ടത്തിലും വീക്ഷിക്കുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഇരുമ്പ് തൂണുകൾ അത് ഇനിയിപ്പോൾ അടുത്ത ഭാഗത്തേക്കൊക്കെ വാർക്കുമ്പോൾ കനം കൂടിയ ഇരുമ്പ് തൂണുകൾ തന്നെ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അബാൻ മേൽപ്പാലം നിർമ്മാണം നടക്കുന്നതിനടുത്തുകൂടി തന്നെയാണ് പ്രധാനപ്പെട്ട റോഡും കടന്നു പോകുന്നത്. ഇതിനരികിൽ കൂടിയാണ് ആളുകളെല്ലാം പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായും ഒരു ഭയം തോന്നും. കാരണം ഇങ്ങനെ ഒരു മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ താങ്ങ് കൊടുത്തിരിക്കുന്ന കമ്പികൾ ചെറുതായി വളഞ്ഞിരിക്കുന്നത് അത് അവർക്ക് എൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും അറിയില്ല. എങ്കിലും നാട്ടുകാർക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. നിങ്ങൾക്ക് എന്താണ് ആശങ്ക? ഇപ്പോൾ ഇതുപോലെ വലിയൊരു പദ്ധതി ഇവിടെ തുടങ്ങിയപ്പോൾ വളരെ നിലവാരം കുറഞ്ഞ കമ്പികൾ വെച്ച് വാർത്ത് വെയിറ്റ് കൂടിയപ്പോൾ ഈ കമ്പികൾ ചരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതൊരു വലിയ പദ്ധതിയാണ്, ഇത് ദീർഘകാലത്തേക്കുള്ളൊരു പദ്ധതിയാണ്. പക്ഷേ ഇങ്ങനെ ഇത് വളഞ്ഞ് ഇതിന് പാലത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ആശങ്ക നമ്മൾക്കും ഉണ്ട്. അതാണ് സുജയ ആളുകളുടെ ഒരു ആശങ്ക. പക്ഷേ ഇതിൻ്റെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിൻ്റെയും വാർപ്പ് നടന്നപ്പോൾ ഇതിനേക്കാളും ബലം കൂടിയ കമ്പികളാണ് ഉപയോഗിച്ചിരുന്നത്. നല്ല വലിപ്പമുള്ള കമ്പികൾ തന്നെയാണ്. ആ ഭാഗത്തൊന്നും ഇങ്ങനെ കമ്പികൾ വളയുകയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. മൂന്നാമത് വാർപ്പ് നടന്നപ്പോൾ ആ ഭാഗം മാത്രമാണ് ഇങ്ങനെ ചെറിയ കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഇതിൻ്റെ മറുവശത്തുള്ള ഇതിൻ്റെ തൊട്ട് മുമ്പ് വാർത്ത ഭാഗത്തെ കമ്പികൾ എന്നുള്ളത് ഇങ്ങനെ നാല് ഭാഗങ്ങളായിട്ടുള്ള കനം കൂടിയ കമ്പികൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ചെറിയ കമ്പികൾ ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി വന്നിരിക്കുന്നത്. ഏതായാലും കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പാലത്തിന് വിള്ളലോ അല്ലെങ്കിൽ കേടുപാടുകളോ ഇങ്ങനെ കമ്പി വളഞ്ഞതുകൊണ്ട് സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾ ഇങ്ങനെ ഇത് നിത്യവും കാണുമ്പോഴുള്ള ഒരു ആശങ്ക മാത്രമാണ് എന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. ഏതായാലും ഈ അബാൻ മേൽപ്പാലത്തിന്റെ നിർമ്മാണം എന്ന് തീരും എന്നാണ് ജനങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. തീർച്ചയായും പ്രവീൺ പുരുഷോത്തമൻ, നിർമ്മാണം തുടങ്ങി 3 വർഷമായി ഒരു ഭാഗം പോലും പൂർത്തിയാക്കിയില്ല. അവിടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന ഇരുമ്പ് തൂണും വളഞ്ഞിട്ടുണ്ട്. പാലത്തിന്റെ പേര് അബാൻ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അംബാനെ എന്ന് ഈ പണി ചെയ്യുന്ന ആളുകളോട് നാട്ടുകാർ ചോദിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ലല്ലോ.